ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും അല്ല കേട്ടോ. ഞങ്ങളൊരു മൂവിക്ക് പോകാമെന്ന് വിചാരിച്ചു. നാട്ടിലെത്തിയിട്ട് വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോഴാണ് കിഷ്കിൻഡ കാണ്ഡം മൂവിക്ക് ഭയങ്കര റിവ്യൂസ് ആണെന്നൊക്കെ കേട്ടത്. എന്നാൽ പിന്നെ ഒരു മൂവിക്ക് പോകാമെന്ന് വിചാരിച്ച് ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ 4 മണിയുടെ ഒരു ഷോ ബുക്ക് ചെയ്തിട്ടുണ്ട്. ബുക്ക് മൈ ഷോ എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ് നമ്മളെപ്പോഴും മൂവി ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാറ്. ഇത്തവണയും അതിലൂടെ തന്നെയാണ് ബുക്ക് ചെയ്തത്. അങ്ങനെ ഏകദേശം നമ്മൾ റെഡിയായി. വാച്ച് നോക്കിയപ്പോഴാണ് സമയം പോയി, ഞാൻ ഓൾറെഡി ലേറ്റായി എന്നറിഞ്ഞത്. പിന്നെ പെട്ടെന്ന് ഒരു ബ്രേസ്ലെറ്റും കൂടെ കയ്യിലിട്ടു. അതിനുശേഷം നമുക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം റെഡിയായി. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി പുറത്തിറങ്ങി ഒരു ഓട്ടോന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഓട്ടോ കിട്ടി. നമ്മൾ നേരെ ലിബർട്ടി സിനിമാസിലേക്ക് പോയി. പഴയ അമ്പിളി തിയേറ്ററാണ് കേട്ടോ ഇപ്പോൾ ലിബർട്ടി സിനിമാസ് എന്ന് പറഞ്ഞിട്ട് ഉള്ളത്. അവിടുത്തെ പുറത്ത് ആ ഗ്ലാസ്സിൽ എല്ലാ ആക്ടേഴ്സിൻ്റെയും ആക്ട്രസസിൻ്റെയും ഒക്കെ കുഞ്ഞ് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. പണ്ടത്തെ ആക്ടേഴ്സ് ആണെങ്കിലും ഇപ്പോഴത്തെ ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരുടെയും ഫോട്ടോസ് ഉണ്ട്. പിന്നെ അത് ഈ കാണുന്നത് ഈ റീലൊക്കെ ലോഡ് ചെയ്യുന്ന ഒരു പ്രൊജക്ടറിൻ്റെ സംഭവമാണ് പഴയ കാലത്തെ. അത് ഞാൻ ആദ്യമായിട്ട് എൻ്റെ തിയേറ്ററിൽ ഇങ്ങനെ ഒന്ന് കാണുന്നത്. അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു, നല്ലോണം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇങ്ങനെ മേലെ കുറേ റൈറ്റിങ്സൊക്കെ ഉണ്ട് നമുക്ക് വായിച്ചു നോക്കാനൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബുക്ക് മൈ ഷോയിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്താലും നമ്മൾ ഇതുപോലൊരു പ്രിൻ്റ് ഔട്ട് എടുക്കണം കേട്ടോ. അത് നമുക്ക് കൗണ്ടറിൽ ചോദിച്ചാൽ കിട്ടും. ഇത് അവിടെ ഒരു കുഞ്ഞ് കാഫറ്റീരിയ പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്നാക്സും ചായയൊക്കെ അവിടെ നിന്ന് മേടിക്കാം. 2 സ്ക്രീൻസ് ഉണ്ട്, ഡയമണ്ട് ആൻഡ് പ്ലാറ്റിനം. ഡയമണ്ടിലാണ് റിക്ലൈനേഴ്സൊക്കെ ഉള്ളത്, പ്ലാറ്റിനത്തിൽ റിക്ലൈനേഴ്സ് ഇല്ല. അപ്പോൾ ഞങ്ങൾ റിക്ലൈനറാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായേ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ക്രീനിലേക്ക് പോയി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സിറ്റിംഗ് കപ്പാസിറ്റി. അത്യാവശ്യം വലിയൊരു സ്ക്രീൻ തന്നെയാണ്. ഇതിൻ്റെ ഏറ്റവും ബാക്കിലാണ് റിക്ലൈനേഴ്സ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെയാണ് ബുക്ക് ചെയ്തത്. കുറച്ച് വിശാലമായിട്ട് സിനിമ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ സിനിമയൊക്കെ തുടങ്ങി ഇൻ്റർവെൽ ആയപ്പോഴാണ് ശരിക്കും എനിക്ക് ആ റിക്ലൈനേഴ്സ് ഒന്ന് കാണിക്കാൻ പറ്റിയത്. അപ്പോൾ ഞാൻ വേഗം വേറൊരു സീറ്റിൽ പോയിരുന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കണ്ണൂർ ഞാൻ അധികം തിയേറ്റേഴ്സിലൊന്നും പോയിട്ടില്ല, പക്ഷേ ഈ തിയേറ്റർ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളിയാണ്, നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ റിക്ലൈനേഴ്സിൻ്റെ ചാർജ് വരുന്നത് 300 ആണ് ഒരാൾക്ക്. താഴത്തെ നോർമൽ സീറ്റിംഗ് ആണെങ്കിൽ 129, ഐ തിങ്ക് 150 ഉള്ളിലായിരിക്കുള്ളൂ. ഞങ്ങൾ ബുക്ക് മൈ ഷോയിൽ നോക്കിയപ്പോൾ 129 എന്തോ കണ്ടതുപോലെയാണ് എൻ്റെ ഓർമ്മ. അപ്പം അങ്ങനെ പടമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പടം കൊള്ളാട്ടോ, ഒരു നല്ല സസ്പെൻസ് ഉള്ളൊരു മൂവിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.